ഇന്നിപ്പോൾ നിൽക്കുന്നത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ലൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. ഇപ്പം മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റിന് മൊത്തത്തിലൊരു ഫേസ് ഓഫ് സംഭവിച്ചിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്. 10 ഡിഫറൻസ് പറയണം. നമ്മുടെ ഡിസൈനിനനുസരിച്ചിട്ട് റൂമിന്റെ ആകൃതിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇത് വാം കളറിലും വൈറ്റ് കളറിലും ഇതിനെ റിമോട്ട് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഓരോന്നും ലിങ്ക് ചെയ്ത് പോവാം. ഇതിന്റെ പേര് തന്നെ ലിങ്കബിൾ ട്യൂബ് എന്നാണ്. അങ്ങനെയാണ്. അതെ. നമസ്കാരം. നമ്മൾ 2023 അന്ന് നമ്മൾ ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ലൈറ്റ് എടുത്തപ്പോഴാണ് ചെയ്തത്. നമ്മുടെ സ്കോറിയോ ലൈറ്റ്സ് കോട്ടയം. എൻ്റെ വീട്ടിലേക്കുള്ള മുഴുവൻ ലൈറ്റും അവിടെ നിന്നായിരുന്നു എടുത്തത്. ഇന്നിപ്പോൾ നിൽക്കുന്നത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ലൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ അപ്ഡേഷൻ ആയിരിക്കും ഇതിൽ വരിക. അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ അപ്ഡേഷൻസ് ലൈറ്റുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഡിസൈൻ ഏതൊക്കെയാണ്, എത്ര പ്രൈസ് വരുന്നുണ്ടെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോതമംഗലത്തുള്ള സ്കോറിയോ ലൈറ്റ്സിലാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ലൈറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീട്ടിലിപ്പോൾ സ്കോറിയോ ലൈറ്റ്സ് എന്ന് വാങ്ങിച്ച ലൈറ്റ് ഇട്ടിട്ട് ഏതാണ്ട് ഒരു വർഷമായി. അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം വന്നു. അന്ന് പലരും ചോദിച്ചു ഇതിന്റെ വാറണ്ടി ഗ്യാരണ്ടി നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേറെ ലെവൽ റിസൾട്ട് തന്ന ഒരു ഫാമാണ് സ്കോറിയോ. എൻ്റെ 5ാമത്തെ വീഡിയോ ആണ് അല്ലേ. ഞങ്ങൾ മഞ്ചേരി തുടങ്ങി, അങ്ങനെ പല സ്ഥലത്ത് ചെയ്ത് ഇപ്പൊ ഷാഹിദ് ബ്രോ, ഇവരുടെ ഡീറ്റെയിൽസ്, നമ്പർ, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഉൾപ്പെടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓരോരോ വീഡിയോ വെച്ച് റീൽസിൽ വരെ ഇവര് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ്ങിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നിങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എപ്പോഴും ആളുകൾ വിശ്വസ്തയോട് കൂടി കാണുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ. അപ്പോൾ നമ്മൾ പല അപ്ഡേഷൻസും മാറി വരുന്നുണ്ട്. ഓരോ സമയത്തിനനുസരിച്ച് പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിലോട്ട് ഇത് എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സമയത്തും നിങ്ങളെ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് റിപ്പീറ്റ് സാധനങ്ങളൊന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മാഗ്നറ്റിക് ട്രാക്കിനെ കുറിച്ച് പലരും പറഞ്ഞിരുന്നു ഇത് മുന്നേ വന്നിട്ടുണ്ട് എന്നുള്ളത്. ശരിയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 5-6 വർഷം. കേരളത്തില് നമ്മൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴും അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം കൂടെ അതിന്റെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല പുതിയ അപ്ഡേഷൻസിനെ കുറിച്ച്. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ അതാണുള്ളത്. അപ്പം മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റിന് മൊത്തത്തിലൊരു ഫേസ് ഓഫ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആർക്കിടെക്ട്സ് എല്ലാം അത് സജസ്റ്റ് ചെയ്ത് ആ രീതിയിലാണ് ആളുകൾ എടുത്തോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പൺ ആയിട്ടും കൺസീൽഡ് ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഏത് സാധനവും നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴാണല്ലോ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം. അതെ. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനം മാഗ്നറ്റിൽ തന്നെ സ്ലിം ആയിട്ടുള്ള ചാനൽ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ അജഗജാന്തരം എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്. 10 ഡിഫറൻസ് പറയണം. നിലവില് നമുക്ക് ഇതിന് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചാനൽ ഇടാൻ വേണ്ടി. അപ്പോൾ ജിപ്സത്തിന്റെ ചാനലൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇത്രയും തള്ളി നിൽക്കുന്നത് കൊണ്ട് ഒരു ചില സ്ഥലങ്ങളിൽ അതൊരു ശരിക്ക് പറയാണ് ഹൈറ്റ് ഒക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലാവുമ്പോൾ ലൈറ്റ് ഒക്കെ തട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് കമ്പനി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സ്ലിം ആയിട്ടുള്ള ചാനൽ. ഏറ്റവും സ്ലിം ആയിട്ട് എന്ന് പറയാൻ നമുക്ക് ഒരു പ്രൊഫൈലിന്റെ കനം പോലും ഇല്ല. അത്രയും സ്ലിം ആയിട്ടുള്ള ചാനലാണ് വരുന്നത്. എനിക്ക് അലൂമിനിയം ആണ്. അതെ, അലൂമിനിയം പൗഡർ കോട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. പ്രൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനേക്കാൾ ഒരുപാട് കുറവാണ് പ്രൈസും വരുന്നത്. അതെ. ഇനി ഇതിനകത്ത് റേറ്റ് വ്യത്യാസം എന്തുമാത്രം വരുന്നുണ്ടാവും? അതായത് ഇപ്പൊ നമുക്ക് ലൈറ്റുകളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷെ റെയിലിന്റെ ചാനൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 30% പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്.
കാരണം പുതിയ അപ്ഡേഷൻ മെറ്റീരിയൽ കുറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസിലും വ്യത്യാസം വന്നു. നല്ല മെറ്റീരിയലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിന്റെ തിക്നെസ്സും കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം എത്ര എന്ന് പറയാൻ സാധിക്കും? ഇതിന് ഈ റെയിലിന് വരുന്നത് ഏകദേശം ഒരു 550 രൂപ ആ റേഞ്ചിലൊക്കെയാണ് റെയിലിന് വരുന്നത്. പിന്നെ ഇതിൽ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അറൌണ്ട് ഒരു 1200 ഒക്കെ വരും 2 മീറ്ററിന്റെ ഒക്കെ ഇത് വരുന്നത്. ലൈറ്റുകളിൽ പറഞ്ഞതുപോലെ ലൈറ്റുകളിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമലി നമ്മുടെ ട്രാക്ക് ലൈറ്റ് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം മുതൽ ലീനിയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്, അതുപോലെ തന്നെ സ്പോട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ഹാങ് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് വന്നതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇതിൽ വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ ക്ലാമ്പുകളും വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്ലാമ്പുകൾ ഇപ്പോൾ നമുക്ക് L ടൈപ്പ് ഉണ്ട്, 4-way ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2-way 2 സൈഡായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈനിനനുസരിച്ചിട്ട് റൂമിന്റെ ആകൃതിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ കണക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈനുകൾ ചെയ്യാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡിസൈനിലോട്ട് ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ. അതായത് എന്താണോ അവർ മനസ്സിൽ കാണുന്നത് അതുപോലെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ ലൈറ്റ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും? ഇതിലൊക്കെ പല റേഞ്ച് വാട്സുകൾക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത്. നമുക്ക് അതായത് ഒരു 550-600 തൊട്ട് തുടങ്ങിയിട്ട് 5000-6000 രൂപയുടെ വരെ ലൈറ്റുകൾ ഇതിൽ കൊള്ളിക്കാൻ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സോളാർ ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് അതിന് വ്യാപകമായിട്ട് മാറ്റം വന്നിരിക്കുന്നു. സോളാർ ലൈറ്റിൽ തന്നെ ഞാൻ വീട്ടിൽ സോളാർ ലൈറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോളാറിന്റെ ഏറ്റവും വലിയ ഗുണം, എനിക്ക് ഏറ്റവും വലിയ ഗുണമായിട്ടുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ പില്ലർ ലൈറ്റുകളാണ്. ഇവിടുത്തെ പില്ലർ ലൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് അതിൽ തന്നെ എനിക്ക് ഏറെ ഡ്യൂറേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1 വർഷമായിട്ട് അതിനിപ്പോൾ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. സോളാർ ലൈറ്റുകൾ ശരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ ലൈഫൊക്കെ പോകെ അറിയാൻ പറഞ്ഞാട്ടെ. നമ്മുടെ പില്ലർ ലൈറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടില്ല. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് പഴയതൊന്നും കാണിക്കുന്നില്ല. പുതിയ ഐറ്റംസിൽ 2 വന്നിട്ടുള്ളത്, ഒന്ന് ഒരു കോണിക്കൽ ഷേപ്പും അതേപോലെ ഒരു ബോൾ ഷേപ്പും വരുന്നത്. 15 വാട്ട്സ് കിട്ടും നമുക്ക് ഔട്ട്പുട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാം കളറിലും വൈറ്റ് കളറിലും ഇതിനെ റിമോട്ട് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് വീട്ടിൽ ആളില്ലെങ്കിൽ ഉപയോഗിക്കാൻ. ഇപ്പൊ അറിയാലോ, നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പര് പണി എടുത്തോളൂ. അതെ, നമ്മളൊന്നും ചെയ്യേണ്ട, പുള്ളി ചെയ്തോളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആയിട്ട് സോളാർ ഫ്ലഡ് ലൈറ്റിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നതിൽ ഒരിക്കലും ചാർജിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നതിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതെ. അപ്പോൾ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ആവുന്നു. മറ്റേത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബാക്കപ്പ് ഉണ്ട്, എത്ര സമയം ഇത് വർക്ക് ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ ചാർജ് ഏകദേശം ഒരു പോയിന്റും കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് കുറവാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങ് വരും. അപ്പോൾ അതായത് രാത്രി ഫുള്ളായിട്ട് യൂസ് ചെയ്ത് രാവിലെ ആവുന്ന സമയത്ത് വീണ്ടും 0 എത്തും, വീണ്ടും ചാർജ് ആവുന്നു, രാവിലെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് എത്ര വരെ വാട്ട്സ് ഉണ്ട്? ഇതിൽ നമുക്ക് 100 വാട്ട്സ് വരെ, 40, 60, 100 വാട്ട്സ് വരെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകളും വരുന്നുണ്ട്. ഇതൊക്കെ നോർമൽ വന്നതിനേക്കാളും പുതിയ അപ്ഡേഷൻസ് ആയിട്ട് പുതിയത് വന്നിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും ആളുകളുടെ ഒരു കൺസേൺ ഇതിൽ ചാർജ് ഉണ്ടോ, രാത്രി ആവുമ്പോൾ വർക്ക് ചെയ്യോ, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ എങ്ങനെ അറിയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. എപ്പോഴും കസ്റ്റമർ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ ഏറ്റവും ആദ്യം അവരിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിചയപ്പെടുത്തലുകൾ. ഇതൊക്കെ എത്ര, ഈ 40 വാട്ട്സിന്റെ വരുമ്പോൾ എത്ര ഏകദേശം നമുക്കൊരു 2000 റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതെല്ലാം വരുന്നത് ഏകദേശം അങ്ങനെ തന്നെ 2000-2500 ഉള്ളിലായിട്ടുള്ള പ്രൈസുകളാണ്. വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. എല്ലാം 1 ഇയർ നമുക്ക് വാറന്റി ഉണ്ട്. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും, നമ്മൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ബ്രാൻഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സർവീസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോ നമ്മൾ പറഞ്ഞു മഞ്ചേരിയിൽ നമ്മൾ 3 വർഷം മുന്നേ കണ്ടപ്പോൾ അതിനെടുത്തിട്ടുള്ള ആളുകൾക്കും നമ്മൾ ആ സർവീസ് ഇപ്പോഴും പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കണ്ടാൽ വ്യത്യസ്തമായിട്ടുള്ള ഒന്നിതാണ്, കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ട്യൂബ് ലൈറ്റുകളോട് സാദൃശ്യം തോന്നുന്ന ലൈറ്റുകൾ. പക്ഷെ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കണക്ടേഴ്സ് ആണിത്. നമുക്ക് ഇതിൽ 20 വാട്ട്സ് ആണ് ഇത് വരുന്നത്. 20-40 വാട്ട്സുകളാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സാധനം ഹാങ് ചെയ്ത് ഉപയോഗിക്കുന്ന ഐറ്റാണ്. നമുക്ക് ഹാങ്ങിങ് സ്ട്രിങ്ങുകൾ ഇതിന് അവൈലബിൾ ആണ്. ഹാങ് ചെയ്തിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ അതേപോലെ കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് 1000
വാട്ട്സ് വരെ ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. അങ്ങനെ കണക്ട് അങ്ങനെയാണ് ഒറ്റ കണക്ടർ ഉപയോഗിച്ചിട്ട് 1000 വാട്ട്സ്. ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോന്നും ലിങ്ക് ചെയ്ത് പോവാം. ഇതിന്റെ പേര് തന്നെ ലിങ്കബിൾ ട്യൂബ് എന്നാണ്. അങ്ങനെയാണ്. അതെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഒരു സിംഗിൾ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് ഇതുപോലെ ഷോപ്പുകളൊക്കെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്. അതിനെ ഇപ്പൊ അവര് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എൽ കണക്ടർ ആണ് 4 സൈഡിലോട്ടും കൊടുക്കത്തക്ക രീതിയിൽ ഇപ്പൊ ഒരു സെന്ററിൽ വെച്ചിട്ട് 4 സൈഡിലോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇതിനെ തമ്മിൽ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. അതേപോലെ ഇപ്പൊ എൽ ഷേപ്പിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കോണിക്കലായിട്ട് ചെയ്യാം. ടി ടൈപ്പിലുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവര് ഡിസൈൻ ചെയ്യുന്നത് പോലെ ഈ സാധനം കൊടുക്കാൻ പറ്റും. അതെ. ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് ഹാങ്ങിങ് ടൈപ്പ് ആണ്. ഇനി നമുക്ക് സീലിംഗിൽ കൺസീൽഡ് ആയിട്ട് കൊടുക്കുന്നതും വരുന്നുണ്ട്, അതേപോലെ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നതും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു സീലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പയ്യെ തലയിൽ നിന്ന് വിട്ട് കളഞ്ഞു. അതെ. ഡയറക്റ്റ് നമ്മുടെ ഫോൾ സീലിംഗ് ഇല്ലാതെ ഡയറക്റ്റ് അതിനൊരു കാരണക്കാരൻ നിങ്ങളും കൂടെയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരിക്കും കസ്റ്റമർക്ക് അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ടുള്ള ഗുണം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിലോട്ട് മാറുന്നത്. തീർച്ചയായും. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ എടുത്ത സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ളത്, ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കുറ്റിയായിട്ട് നിൽക്കുന്ന COB ലൈറ്റ്സുകളായിരുന്നു. സിലിണ്ടറിക്കൽ നമ്മളെടുത്തത് സ്ക്വയർ ടൈപ്പ് അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ അതിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വ്യത്യസ്ത ഫിനിഷിങ്ങൾ ഇപ്പൊ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളതാണ്. ഗോൾഡ്, റോസ് ഗോൾഡ്, അതേപോലെ ഗൺ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസീൽഡിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. നിങ്ങൾ എടുത്തതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ഇപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫ്രെയിമുകളോ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഡെക്കറേറ്റീവ് എലമെന്റുകൾ പല രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അന്ന് ആ ബുദ്ധയും മറ്റുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലോട്ടൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ, ആ രീതിയിൽ വരുന്നതാണ്. ഇതിന്റെ ഗോൾഡ് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, ഗൺമെറ്റൽ കളർ ഉണ്ട്, ബ്ലാക്ക് വരുന്ന ടൈപ്പ്. അത് ഏത് രീതിയിലും നമുക്ക് ഇത് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സിലിണ്ടർ ആയിട്ട് നോർമൽ സിലിണ്ടർ പോലെ നിൽക്കും. മറ്റേനെ അപേക്ഷിച്ച് കുറച്ച് പ്രൈസ് കൂടുതലാണ്. എത്ര വരുന്നുണ്ട് ഇതിൽ? ഏകദേശം നമുക്കൊരു 1600-1700 റേഞ്ചിലൊക്കെ വരും. എനിക്ക് തോന്നുന്ന ഇതിന്റെ ഒക്കെ എല്ലാത്തിലും മാറ്റമുണ്ട്. അതായത് റിഫ്ലക്ടർ മാറ്റമുണ്ട്. ഇതിന്റെ ഫിനിഷിങ്ങിനെ ഇപ്പം നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റോറുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. ശരിക്കും ആണോന്ന് ചോദിച്ചാൽ ബ്രഷ് മാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ബ്രഷ് മാറ്റ് ഫിനിഷാണ് ഇത് കാണുന്നത്. ഗൺമെറ്റൽ ഒരു പക്ഷേ ഇപ്പം വണ്ടി ഭ്രാന്തന്മാർക്ക് ഒരു ഭയങ്കര താല്പര്യമാണ് ഗൺമെറ്റൽ ഫിനിഷ് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പല ഫിനിഷസിലാണ് ഇതെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആവുക. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു സാധനം, എനിക്ക് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തന്ന ആ ഹാങ്ങിങ് ലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്. ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. എന്റെ വീട്ടിൽ ഒരേ ഒരു വോം ലൈറ്റ് ഉള്ളൂ, അത് ആ ഹാങ്ങിങ് കൂടിയ സംഗതിയായിരുന്നു. അത് ഇരിക്കുന്ന ആ ഒരു ഏരിയ തന്നെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ നമുക്ക് കസ്റ്റമൈസേഷൻ ഏതിലൊക്കെ അവൈലബിൾ ആണ്? ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നത് വുഡൻ ടൈപ്പ് തന്നെയാണ്. ആ വുഡൻ ടൈപ്പിൽ അത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഹാങ്ങിങ് ലൈറ്റിലും വാൾ ലൈറ്റിലും ഒക്കെ കസ്റ്റമൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പുതിയ സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതും കൂടെ വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ പോസിബിൾ ആവത്തക്ക രീതിയിൽ തന്നെ, അതായത് കസ്റ്റമർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ നിലവിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് വുഡൻ ടൈപ്പിൽ മാത്രമാണ്. അതിൽ അവർ പറയുന്ന ഡിസൈനിൽ ഇപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വുഡൻ ടൈപ്പിന്റെ പറഞ്ഞപ്പോഴത്തേക്കും അന്ന് വുഡ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഒരു മെറ്റൽ ഇതിലോട്ടാക്കിയിട്ടാണ് എടുത്തത്. അപ്പൊ അതിനകത്ത് റിലേറ്റ് ചെയ്ത് പറയേണ്ട ഒരു സാധനമാണ് ഇതൊക്കെ. ഔട്ട്സൈഡ് എപ്പോഴും കസ്റ്റമർക്ക് ഇപ്പൊ നമ്മളെല്ലാം ഒരു വുഡൻ ടച്ചിലോട്ട് വരുത്തുന്ന ഒരു രീതിയാണല്ലോ ഉള്ളത്. അപ്പോൾ അവർക്ക് ഔട്ട്ഡോറും കൂടി ആ ഒരു രീതിയിലോട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഫുഡ് ലാമ്പ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും വാളിൽ നമുക്ക് ഡൗൺ സൈഡ് ആയിട്ട് വെളിച്ചം വരാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ഗാർഡനിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോ 200 ആണ്. ഇതിന്റെ 800 സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഹൈറ്റ് കൂടിയ പോളുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ വെക്കുന്നതാണ്. ഇത് തിരിച്ച് കൊടുക്കാൻ പറ്റും, ആ രീതിയിൽ കൊടുക്കാം. അത് ഡൗൺ സൈഡ് ആയിട്ട് വെട്ടം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് ആണ്. അതേപോലെ മെറ്റൽ ആണ് ബോഡി വരുന്നത്. അതുകൊണ്ട് നനഞ്ഞു വിചാരിച്ച് കുഴപ്പമില്ല. IP65 റേഞ്ചിൽ വരുന്ന ഐറ്റംസ്. ഇതൊക്കെ എത്ര റേഞ്ച് വരുന്നുണ്ട്? ഇതിലൊക്കെ നമുക്ക് എല്ലാം ഒരു 1000 to ഒരു
4000 5000 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ വലിയ ടൈപ്പുകളൊക്കെ ആകുമ്പോൾ ഒരു 6000 റേഞ്ചിലൊക്കെ വലിയ ടൈപ്പുകളാകുമ്പോൾ വരും. കാരണം എന്താ വെച്ചാൽ അതിൽ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇപ്പൊ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടില്ല, ആ ഒരു കോട്ടിങ്ങും അതേപോലെ തന്നെ അതിന്റെ മെറ്റലൊക്കെ ഹൈലി എന്താണ് പറയാ നമ്മൾ നല്ല പെർഫെക്ഷനിൽ വരുന്നത്, അതുപോലെ നല്ല ക്വാളിറ്റിയിലും വരുന്ന സാധനം. അതുകൊണ്ടാണ് ആ റേഞ്ചിൽ അത്രയും വ്യത്യാസങ്ങൾ വരുന്നത്. അതെ, കഴിഞ്ഞ വീഡിയോകളിലൊന്നും പറഞ്ഞ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാതെ പോകരുത്. പറഞ്ഞോട്ടെ, ഏതൊക്കെ ലൈറ്റ്സ് ആണ് നമ്മൾ ഇവിടെ? ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ A to Z പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാനൽ ലൈറ്റ് മുതൽ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ അതുപോലെ അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ പുതുതായിട്ട് നമുക്ക് ഫൈബർ ഒപ്റ്റിക്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഭംഗിയിൽ നമുക്ക് സീലിംഗ് ഒക്കെ വ്യത്യസ്തമായ രീതികളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് കൊണ്ടുവരുന്നുണ്ട്. വിത്തിൻ ഒരു 2 മാസം 3 മാസം കൊണ്ടൊക്കെ സാധനം നമ്മുടെ കയ്യിൽ എത്തിത്തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാൻസിയുടെ കളക്ഷനിലോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സിന്റെയും അതുപോലെ തന്നെ വാൾ ലൈറ്റിന്റെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ്. ഹാങ്ങിങ് ലൈറ്റ് വിത്ത് ഷാലിയർ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും. അതെ, നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു 400 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ലക്ഷം 6 ലക്ഷം രൂപ വരുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. പിന്നെ അറിയാലോ ഇതിനൊക്കെ ഡിസ്പ്ലേക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ വീഡിയോയിൽ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ മിറർ ലൈറ്റിന്റെ പിന്നെ അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതുപോലത്തെ മെറ്റൽ ആർട്ടുകൾ പോലത്തെ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ലൈറ്റ് വരുന്ന ഒത്തിരി ഐറ്റംസുകൾ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 90% സാധനങ്ങളും ആളുകൾ മനസ്സിൽ കാണുന്നതന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ഇത്രയും ഷോറൂമുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ ഷോറൂം ഇനി ചങ്ങരംകുളത്ത് വരുന്നുണ്ട്, എടപ്പാൾ അടുത്ത് ചങ്ങരംകുളത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഓവറോൾ ഇത്രയും ഷോറൂമുകൾ ഉള്ളതുകൊണ്ട് കസ്റ്റമർക്ക് വേണ്ട രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ചങ്ങരംകുളത്തുള്ളത് ഡേറ്റ് ഒക്കെ ഫിക്സ് ആയി? ഇല്ല, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മാസം ലാസ്റ്റ് അല്ലെ അടുത്ത മാസം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഓപ്പൺ ആവും. അതായത് ഒരു മെയ് അല്ലെ ജൂൺ മാസത്തിൽ? ജൂൺ മാസത്തിൽ, അതെ അതെ, ജൂൺ പകുതിയോടുകൂടി എന്തായാലും ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ആവും. അതെ അതെ. പിന്നെ ഇവരുടെ സർവീസ് നമ്മൾ എടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. സർവീസിൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തുന്ന ഒരു സാധനം കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിന് 100% ഹാപ്പി ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാരണം ആഫ്റ്റർ അവർ മാത്രമല്ല അവരുടെ ആളുകളും വന്ന് നമ്മളിപ്പോൾ മോശമായി കഴിഞ്ഞാൽ ആരും ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുള്ള നിങ്ങളിത് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ കേസും. നമ്മൾ പറയുന്ന സാധനങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. വാറണ്ടി ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കൊടുക്കും. അതുപോലെ അത് റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് ആയിട്ടും സർവീസ് ആണെങ്കിൽ സർവീസ് ആയിട്ടും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നാഗാലാൻഡിൽ നിന്ന് വരെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ ത്രൂവും സർവീസ് കൊടുക്കാറുണ്ട്. അതെ, അത് ചെയ്യാറ്. ലൈറ്റുകളാണ് എപ്പോഴും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു റിസ്കുകളുണ്ട്. അത് നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് അവെയർ ആക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അതെ അതെ. യഥാർത്ഥത്തിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോ മഞ്ചേരിയിൽ 50 പൈസയ്ക്ക് 50 പൈസയ്ക്ക് ബൾബ് കൊടുത്ത് തുടങ്ങി. 1 രൂപ 50 പൈസ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ വർഷമായതുകൊണ്ട് ശരിക്കും ഓർമ്മയില്ല. അതെ അതെ. അന്ന് ഒരു ബൾബ് കൊടുത്ത് തുടങ്ങിയ പരിപാടി 5ാമത്തെ വീഡിയോയിൽ എത്തിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഇവരുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് ലൈറ്റ് എടുത്ത സമയത്തും ഞങ്ങൾക്ക് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 5ാമത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കേരളത്തിനകത്തും, ബാക്കിയുള്ളത് ഔട്ട്സൈഡ് കേരള നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഇവരുടെ വിവരങ്ങൾ, ഡീറ്റെയിൽസ്, ഇവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്പർ ഉൾപ്പെട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്താണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കുറച്ച് മുന്നേ പറഞ്ഞതിൽ നിന്നൊന്ന് കണ്ടിന്യൂ ചെയ്ത് പറയാം. പലപ്പോഴും ഇതൊക്കെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സർവീസ് ഓറിയൻറ്റഡ് ഫേമുകളെ നിങ്ങൾ സമീപിക്കുക, അവരുടെ സർവീസ് നേരിട്ട് അനുഭവിച്ചറിയാന്നുള്ളൂ. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് എന്ന നിലയ്ക്ക് എനിക്കിത് വളരെ ഹൃദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വലിയ കാര്യം. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ഏതൊരിക്കും. അജയ് ശങ്കർ സൈനിക, ഡോക്ടർ.